10 പേരെ വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്നു. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഇവനെ കരുവേലകത്തിൽ മുടി തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ആടി. അപ്പോൾ യോവാബിന്റെ പക്ഷക്കാർ വന്ന് കണ്ടു. അല്ലേ, അവൻ കിടന്ന് ആടുന്നല്ലോ. എന്നിട്ട് ആരാണ്ട് പറഞ്ഞു പോലും, പുതിയ മെതേഡ വർഷിപ്പ്. ഒരുത്ത മെട വർഷിപ്പല്ല, ആള് തീരാൻ പോവുക. അപ്പൊ ഇവർ വന്ന് യോവാബിനോട് വന്ന് പറഞ്ഞു, അബ്ശാലോം കരുവേലകത്തിൽ മുടി തൂങ്ങപ്പെട്ടവനായി കിടന്ന് ആടുക. അപ്പൊ യോവാബ് പറഞ്ഞു, തട്ടിയേക്കാൻ മേലായിരുന്നു. നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാൻ തട്ടണ്ടേടാ. അപ്പൊ അവൻ പറഞ്ഞു, എന്നാ ഞാൻ നിനക്ക് 10 ശേക്കൽ വെള്ളിയും ഒരു അരക്കച്ചയും തരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അടുത്തത് അവൻ യോവാബിനോട് പറഞ്ഞത് 1000 ശേക്കൽ വെള്ളി എനിക്ക് തന്നാലും 1000 ശേക്കൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരന്റെ നേരെ കൈ നീട്ടുകയില്ല. കൈ നീട്ടത്തില്ല. കാരണം അടുത്തത്, അബ്ശാലോം കുമാരനെ ആരും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് രാജാവ് നിന്നോടും അബീശായിയോടും ഇത്തായിയോടും ഞങ്ങൾ കേൾക്കയല്ലോ കൽപ്പിച്ചത്. നമ്മൾ ഇറങ്ങിയപ്പോഴേ ദാവീദ് പറഞ്ഞ വാചകം നീ മറന്നുപോയോ? എന്നെ ഓർത്ത് കുമാരനോട് കനിവ് തോന്നണം, അതുകൊണ്ട് ഞാൻ തൊടുകയില്ല. ഇപ്പൊ നീ 10 ശേക്കൽ തരാന്ന് പറഞ്ഞ 1000 ശേക്കൽ തന്നാലും ഞാൻ തൊടുകയില്ല. സ്തോത്രം, സ്തോത്രം. ദൈവഹിത പ്രകാരം നടക്കട്ടെ. നമ്മുടെ മനസ്സും അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. തിന്മയെ തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ട് ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇറങ്ങിയപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? എന്നെ ഓർത്ത് കുമാരനോട് കനിവ് തോന്നണം, അതുകൊണ്ട് നീ എനിക്ക് 1000 ശേക്കൽ തന്നാലും ഞാൻ കൃത്യത്തിന് മുതിരുകയില്ല. പക്ഷെ യോവാബ് അങ്ങനല്ലായിരുന്നു. അവൻ കുറച്ചുകൂടെ, എൻ്റെ ഭാഷ പറഞ്ഞ, ഒരു ഹൃദയത്തിന് കടുപ്പമായിരുന്നു. അവൻ എന്നാ പറഞ്ഞ അടുത്ത വാക്യം? 1000 ഞാൻ അവന്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നെങ്കിൽ രാജാവിനൊന്നും മറവായിരിക്കയില്ലല്ലോ. നീ തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു. എന്നാൽ യോവാബ് ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച് നേരെ ഞാനിങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞു നിൽക്കുന്ന നേരില്ല. അവൻ അവിടെ കിടന്ന് ആടുകയല്ലേ, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അടുത്തത്, 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചിനകത്ത് കുത്തിക്കടത്തി, നെഞ്ചത്തോട്ട് കുത്തി അങ്ങ് കടത്തി. അതെന്തിനാ നെഞ്ചത്തോട്ട് കുത്തിയത്? അത് പറയാം. ദാവീദ് കൊട്ടാരമെല്ലാം വിട്ട്, കിരീടമെല്ലാം പോയി, പൊൻചങ്കോലുമെല്ലാം തീർന്ന്, തലയെല്ലാം മൂടി, കാല് ചെരുപ്പിടാതെ ഓടിയപ്പോൾ നെഞ്ച് വേദനിച്ചാ ഓടിയത്. നേരെ അങ്ങോട്ട് കയറ്റി. ദാവീദ് രാജാവേ നെഞ്ച് വെടഞ്ഞ കൊട്ടാരം വിട്ട് ഓടിയത്. ദൈവം കണ്ടു. ദാവീദൊന്നും ചെയ്തില്ല. സൂക്ഷം യോവാബ് നെഞ്ചത്തോട്ട് 3 കുന്തം അങ്ങ് കയറ്റി. സ്തോത്രം. പണ്ട് ഞങ്ങളുടെ ആനണി സാറുമായിട്ട് പരിശോധന പോയപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ 2 ദോഷം ചെയ്തു, ഒന്നായിരുന്നു സഹിക്കായിരുന്നെന്ന്. പുള്ളിയുടെ ശൈലിയാണ്. എന്ന് പറഞ്ഞ് 1 കുന്തമായിരുന്നേ നമുക്ക് എന്തെങ്കിലും 3 എണ്ണം 3 കുന്തം അങ്ങോട്ട് കുത്തിക്കയറ്റി. വായിര്. യോവാബിന്റെ ആയുധവാഹകന്മാരായ 10 ബാല്യക്കാർ, യോവാബിന്റെ ആയുധവാഹകന്മാരാകുന്ന 10 ബാല്യക്കാർ വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്ന് എഫ്രയീമിനത്തിലെ കുഴിക്കകത്തുവിനെ തട്ടി. വായിച്ചോ സാറാ. വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. നിർത്ത്. അതെല്ലാം ദൂത് കിടക്കല്ലയോ. വളഞ്ഞു നിന്ന് യവന്മാരെല്ലാം കൂടെ വളഞ്ഞു നിന്ന് ദാവീദിനെ ഒതുക്കാൻ നോക്കിയത്. അപ്പൊ നേരെ തിരിഞ്ഞു. സ്തോത്രം. ഒരാളല്ലല്ലോ ദാവീദിനെ വളഞ്ഞത്, ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് എല്ലാം വളഞ്ഞു. അവൻ പറഞ്ഞാൽ നീ കൂടെ വരാൻ പറഞ്ഞു. അല്ല മറ്റവനെയും കൂടെ വിളിക്കാൻ പറഞ്ഞു. എല്ലാവരോടും ചേരുന്നു. നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് വേണം ആലോചിക്കാൻ. അങ്ങനെ എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ആലോചിച്ചു. ആവിധങ്ങ് ഓടിപ്പോയി
ഓടി ഓടി പുള്ളി അങ്ങ് പോയി. മകൻ നിയമിച്ചെന്നമ്മ വേറെ പുള്ളിയുടെ കാര്യമൊക്കെ ദൈവം നടത്തി. വേണ്ടേ കുരുങ്ങുന്നു. 10 പേരെ വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്നു. വൈര് അടിച്ചു കൊന്നു. 10 ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു. വളഞ്ഞിട്ടടിക്കും. അടിക്കത്തില്ല, പക്ഷെ വേറെ കക്ഷികൾ വളഞ്ഞിട്ട് അടിക്കും. വളഞ്ഞിട്ടടിക്കുന്നത് പോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ യോവാബ് കാഹളം ഊതി. യോവാബ് ജനത്തെ വിലക്കിയത് കൊണ്ട് അവർ ഇസ്രായേലിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി. അബ്ശാലോമിനെ അവർ എടുത്ത് വനത്തിൽ ഒരു വലിയ കുഴിയിലിട്ടു. അവന്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഒരു വലിയ കുഴിയിലിട്ട് അവന്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം ഭയങ്കര കുഴിക്കകത്തോട്ടെടുത്തിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്നോട് നോക്കിയേ, കസാരയിലിരിക്കാൻ കുതന്ത്രം ഒപ്പിച്ചതാ. ഇപ്പൊ എവിടെ കിടക്കുക? ദാവീദിരുന്ന കസേര പിടിച്ചെടുക്കാനായി തന്ത്രമല്ല ഒപ്പിച്ചത്. വന്ന് ഭവിച്ചത് കണ്ടോ? സ്തോത്രം. വളഞ്ഞിട്ട് 10 എണ്ണം ആദ്യം 3 കുന്തം പള്ള കയറ്റി ആദ്യം തൂങ്ങിക്കിടന്ന് ആടി. എനിക്കൊന്നത് ഫേസ്ബുക്കിലും കണ്ടിട്ടെന്ന് തോന്നുന്നു. അത് മിക്കവാറും ഇടും. തൂങ്ങിക്കിടന്ന് ആടുന്നത്. പിന്നെ 3 കുന്തം പള്ള, അതിൻ്റെ 2 ഫോട്ടോ. പിന്നെ 10 പേര് വളഞ്ഞിട്ട് അടിച്ചു കൊല്ലുന്നതിൻ്റെ ഫോട്ടോ. അടുത്തവൻ കുഴിയിലിട്ട് എടുത്തുന്ന ഫോട്ടോ. ലാസ്റ്റ് ഒരു കൽക്കൂമ്പാരം വന്ന് കയറുന്ന ഫോട്ടോ. ഇതെല്ലാം വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കസേരയിൽ ഇരിക്കാൻ ആർത്തി പൂണ്ട് ചെയ്തതാ. ഇപ്പം വന്ന് കിടക്കുന്നത് എവിടാ? സ്തോത്രം. സ്തോത്രം. വിതയ്ക്കുന്നത് കൊയ്യും. വിതയ്ക്കുന്നത് കൊയ്യുമെന്ന്. ഞാൻ ഇനി ആ ഭാഗം അധികം അങ്ങ് വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഇവനെ പ്രിയമനത്തിലെ കുടിക്കകത്ത് തട്ടി. ദാരുണ മരണം. ആർക്കും ഇത് വരാതിരിക്കട്ടെ. അതുകൊണ്ട് ഇനിയുണ്ട് സമയം. അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ക്രമീകരണം വരുത്തി സ്തോത്രം നിരപ്പ് പ്രാപിച്ച് ഞാനും നിങ്ങളും യഥാസ്ഥാനപ്പെട്ട് വന്നാൽ നിശ്ചയമായിട്ടും വിടുതലുണ്ട്. അതല്ല പിന്നെയും അതിൽ തന്നെ മുഴുകി പോകുന്നെങ്കിൽ ദോഷം വന്ന് ഭവിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. സ്തോത്രം. സ്തോത്രം. ദാരുണമായിട്ട് ആള് നശിച്ചു പോയി. ആട്ടെ, ഇനി മുമ്പോട്ട് ആ ഭാഗം അങ്ങ് ഓടിച്ചു പോകാം. ഇടയ്ക്കത്തെ ഇവൻ ചത്ത കാര്യം വന്ന് ദാവീദിനോട് പറയുന്ന ഭാഗമുണ്ട്. ആദ്യം ഈ സാദോക്കിൻ്റെ മകൻ അഹീമാസ് ഇത് പറയാൻ ഒരുങ്ങിയപ്പം പറഞ്ഞ് നീ പോരുത്, ഇല്ല ഇങ്ങനെയുള്ള വാർത്ത ദാവീദ് പടിവാദത്തിലിരിക്കുക, അപ്പോൾ നീ എന്ന് അത് പറയരുത്, പറഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും. അപ്പം പിന്നെ ആര് പറയും? ഒരു കാര്യം ചെയ്യണ്ട, അവിടെ ഒരു ക്രൂശനുണ്ട്, അവനെ നമുക്ക് വിടാമെന്ന് പറഞ്ഞു. ഒരു ക്രൂശ്യൻ, അവൻ കയറിയേക്കുന്നവനാ. അപ്പോൾ ക്രൂശനെ നമുക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്രൂശനെ ആദ്യം ഓടിച്ചു. അവൻ ഓടി. പക്ഷേ അഹിമാസ് വേറൊരു വഴി കൂടെ ഓടി. ബാല്യക്കാരൻ പറഞ്ഞാണ്ട് ഒരുത്തൻ ഓടി വരുന്നെന്ന് പറഞ്ഞു ദാവീദിനോട്. അപ്പോൾ ദാവീദ് പറഞ്ഞു ആരാന്ന് ചോദിച്ചു. ഒരുത്തനാണെങ്കിൽ നല്ല വർത്താനാണ് വരുന്നത്, സത്വർത്തമാനം. കഴിഞ്ഞപ്പോൾ പുറകെ ആണ്ട് വേറൊരുത്തനോട് വരുന്നെന്ന് പറഞ്ഞു. അവന്മാർ ഓടി ഈ ക്രൂശന് മുമ്പേ അഹീമാസ് ഓടിച്ചെന്നു. ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ദാവീദിനോട് ചെന്ന് പറഞ്ഞു, ദാവീദ് ചെന്തു ആ വർത്തമാനം. ദാവീദിന് വിരോധമായിട്ടുള്ള ശത്രുക്കളെയെല്ലാം ഒതുക്കുക. അപ്പോൾ ചോദിച്ചു അബ്ശാലോം കുമാരന് എന്തോ അത് ഞാൻ അവിടെ വലിയ കലകവും ബഹളവും കേട്ട് അതിനിടെ ഞാൻ മറന്നു, എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. നമ്മൾ ക്രൂശൻ നേരെ കയറി വന്നേച്ച് പറഞ്ഞു സ്തോത്രം, രാജാവിൻ്റെ ശത്രുക്കൾക്കെല്ലാം അബ്ശാലോമിന് ഭവിച്ചത് ഭവിക്കട്ടെ. അയ്യോടാ, ദാവീദിന് മനസ്സിലായി അബ്ശാലോം മരണപ്പെട്ടു.
32 വാക്യം വായിച്ചേ, 18:32. അപ്പോൾ രാജാവ് കൂശനോട് അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് കൂശ്യൻ, യജമാനനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എന്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ആ പിതാവിന്റെ ഹൃദയവേദന നോക്കിയേ. ഈ നാശകോടാലി എല്ലാം ഒപ്പിച്ച് അവസാനം അവൻ വിതച്ചത് കൊയ്ത് ദൈവത്തിന് മഹത്വം, അവൻ തകർന്ന് അവൻ മരിച്ചുവെന്നുള്ള ആ വാർത്ത അയ്യോ ദാവീദ് കേട്ടു, നടുങ്ങിപ്പോയി. സ്തോത്രം. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചെന്ന. വേറൊരു സബ്ജക്റ്റിൽ ആ വാക്യം വന്നെങ്കിലും അതിങ്ങോട്ട് കടമെടുക്കുക. നടുങ്ങി. എങ്ങനെ നടുങ്ങാതിരിക്കും? അടിതൊട്ട് മുടിവരെ ഊനമില്ലാത്തവൻ, സകല ഇസ്രയേലിലും സൗന്ദര്യം കൊണ്ട് ശ്ലാഘ്യനായവൻ, സ്തോത്രം, മിടുമിടുക്കൻ, കൊലകൊമ്പൻ, ദാവീദിന്റെ പുത്രൻ, ബഹുപ്രാപ്തൻ. എൻ്റെ ഗതികേട് കണ്ടോ? മുടിയെല്ലാം കൂടെ കയറി കരുവേലകത്ത് കുടുങ്ങി തൂങ്ങിക്കിടന്നാടി 3 കുന്തം പള്ളയെ കുത്തിക്കയറ്റി 10 പേര് വളഞ്ഞിട്ട് പട്ടിയത്തല്ലും പോലെ തല്ലിക്കൊന്ന് ഒരു നല്ല അടക്കം പോലും കിട്ടാതെ എടുത്ത് കുഴിക്കകത്ത് തട്ടി. ആരാ നടുങ്ങാതിരിക്കുന്നേ? നടുങ്ങിപ്പോയി. ദാവീദ് നടുങ്ങിയിട്ട് കരയുക, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. അപ്പന്റെ ഹൃദയം കണ്ടോ? അയ്യോ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഹൃദയവേദന. അയ്യോ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ. അത് ദാവീദിന്റെ ആ മനസ്സാ. ഒരു മനുഷ്യന് വേണ്ടി വേറൊരു മനുഷ്യൻ പകരം അങ്ങനെ മരിക്കാറില്ല. എന്നാൽ സകല മനുഷ്യർക്കും പകരമായി മരിച്ച ഒരുവനുണ്ട്. സകല മനുഷ്യവർഗത്തിനും വേണ്ടി മരിച്ച ഒരുവനുണ്ട്. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. വായിച്ചേ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം വായിച്ചോ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ചേ പെട്ടെന്ന്. നിങ്ങൾ വായിച്ചതാ. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ദാവീദ് ഇവിടെ പറഞ്ഞ, അയ്യോ നിനക്ക് പകരം ഞാൻ മരിച്ചാൽ കൊള്ളായിരുന്നു. പക്ഷേ മരിച്ചൊന്നുമില്ല. ഇത് അന്യോന്യം പറയുന്നതാ. പക്ഷേ എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. നീ ബുദ്ധനായിക്കോട്ടെ, ജൈനനായിക്കോട്ടെ, ഹൈന്ദവനായിക്കോട്ടെ, മുസ്ലിം സഹോദരനാകട്ടെ, നിരീശ്വരവാദി ആകട്ടെ, അക്രൈസ്തവനാകട്ടെ, നാമതയ ക്രിസ്ത്യാനി ആകട്ടെ, കറുത്തവനോ വെളുത്തവനോ, കുബേരനോ കുചേലനോ, പണ്ഡിതനോ പാമരനോ ആരുമാകട്ടെ, സകല മനുഷ്യർക്ക് വേണ്ടി മരിച്ച ഒരുവനെയുള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞവൻ, നമുക്ക് വേണ്ടി ജീവനെ ഏൽപ്പിച്ചവൻ, നമുക്ക് വേണ്ടി യാഗമായവൻ, നമുക്ക് വേണ്ടി മരിച്ച നസറയനാകുന്ന യേശു ക്രിസ്തു. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. യേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ
കണ്ടൻ പ്രതിശാന്തി എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. നമുക്ക് വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ അപ്പന്റെ ഹൃദയമാ, എൻ്റെ മകനെ നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. പകരം മരിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. മുഴു ലോകത്തിനു വേണ്ടി മരിച്ചവൻ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിനെ സേവിച്ചും ആരാധിച്ചും സ്നേഹിച്ചും സേവിച്ചും മാനിച്ചും ജീവിതം തീർക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അതെ, ഇങ്ങനെ ദാവീദ് അബ്ശാലോമിനെ ചൊല്ലി ഇങ്ങനെ വിലപിച്ച് ഇരിക്കുക. സ്തോത്രം. അപ്പോൾ അങ്ങനെ വിലപിച്ചിരുന്ന് ഞാൻ ആ ഇടയ്ക്കത്തെ ഭാഗമെല്ലാം അങ്ങ് വിട്ടേച്ചേ. അബ്ശാലോം അങ്ങ് മരിച്ചു, ആകെ പരുവക്കേടായി. ജനമെല്ലാം കൂടെ ഒന്നിച്ച് സമ്മേളിച്ചു പറഞ്ഞു, ഇസ്രായേൽ എല്ലാവരും കൂടെ താൻ്റെ കൂടാരങ്ങളിൽ ഓടിപ്പോയതാ, വീടുകളിൽ പോയി. എല്ലാം തിരിച്ചു വന്നേച്ച് പറഞ്ഞു, പിന്നെ ഇപ്പം നമുക്ക് നിലവിൽ രാജാവില്ല, ദാവീദ് ഇപ്പം സ്ഥലത്തില്ല, അബ്ശാലോം തീർന്നു. അതുകൊണ്ട് നമുക്ക് രാജാവിനെ തിരികെ കൊണ്ടുവരണം. പുള്ളി മകനെയും ഒക്കെ എല്ലാം ഓടി അങ്ങ് പോയില്ലേ, അപ്പം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ആരെ? ദാവീദിനെ സൂക്ഷം തിരിച്ചു ദൈവം കൊണ്ടുവരും. ധരിച്ചു വെച്ചത് ആ ഓട്ട ഓടി പുള്ളി നേരെ ഓടി കാവാലത്തെങ്ങാനും ഒരു പെരക്കകത്ത് കയറി പമ്മി ഇരിക്കുവന്ന ഇല്ല, സൂക്ഷം തിരിച്ചിവിടെ കൊണ്ടുവരും. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. യവന്മാരെല്ലാം കൂടെ കരുതിയത്, അബ്ശാലോമും അഗീഥോബേലും എല്ലാം കൂടെ കരുതിയത്, ഈ കുടുക്കെല്ലാം കൂടെ ഒപ്പിക്കുമ്പോ പുള്ളി തിരുവല്ല എന്നൊരൊറ്റ ഓട്ടം ഓടി കാവാലത്ത് എന്ന് അവിടെ കണ്ട് 3-4 വീടുണ്ടെന്നാ പറഞ്ഞത്. അതൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതിലേതേലും ഒരു വീട്ടിൽ കയറി കട്ടിലിനടിയിൽ കയറി പാത്തിരിക്കും, പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയാല കൂർമ്മം തല നീട്ടുന്നത് പോലെ. മനസ്സിലായില്ലേ? ആമയെ ആമ തല നീട്ടുന്ന പോലെ പുള്ളി കാവാലത്തിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ നീ തൊട്ട സ്ഥലം മാറിപ്പോയി, നീ കൈ വെച്ച സ്ഥലം മാറി. സ്തോത്രം, സ്തോത്രം. അയ്യോ, ഈ ജനമെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയപ്പോൾ നമുക്ക് രാജാവിനെ തിരിച്ചു കൊണ്ടുവരണം. വായിച്ചേ 9-ാം വാക്യം 19:9. ഇസ്രായേലിയർ താന്താങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. ഈ വിഷയം വന്നപ്പോ എല്ലാരും ഓടിപ്പോയതാ. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. ജനമെല്ലാം കൂടെ പിന്നെ തമ്മിൽ തർക്കിച്ചേടാ, വീഡിയോ ഉണ്ടെന്നാ ഒരാൾ പറയാന്ന്. അപ്പം പറഞ്ഞു ഇല്ലല്ലോ വീഡിയോ ഇല്ല. അപ്പൊ ഒരുത്തൻ പറഞ്ഞു ഇല്ലല്ലോ വീഡിയോ ഉണ്ടെന്ന് അവർ പറഞ്ഞല്ലോ. തർക്കമാ. ശനിയാഴ്ചയൊക്കെ നല്ല തർക്കം നടന്നതാ. വീഡിയോ കാണും, അല്ലേ പുള്ളി ഒന്നും മിണ്ടുന്നില്ലല്ലോ. തങ്കച്ചാൻ ഇപ്പോൾ അവിടെ കിട്ടി തർക്കം. അപ്പൊ ഒരുത്തൻ പറഞ്ഞ് ഇച്ചിരി ഇല്ലാതെ നാറുകയല്ല. ആ ഇച്ചിരി എന്നുള്ളത് നിങ്ങൾ അങ്ങ് പൂരിപ്പിച്ചാൽ മതി. ഒരല്പം ഇല്ലാതെ തർക്കമായി. വേറൊരു പുള്ളി പറഞ്ഞ ഇച്ചിരി തീപ്പൊരി ഒന്നുമില്ലാതെ